ഹലോ, നമുക്കിന്ന് നല്ല അടിപൊളി വറുത്തരച്ചിട്ടുള്ള ഒരു നാടൻ സാമ്പാർ ഉണ്ടാക്കിയാലോ? ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണം എന്നല്ല, അല്ലെങ്കിലും നമുക്ക് വീട്ടിലാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാർ ആട്ടോ ഇത്. ഇത് തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പം നല്ല ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഇത് കുക്കറിൽ ഞാൻ ചെയ്യാമെന്ന് ഓർത്തു. കാരണം തേങ്ങ വറുക്കാൻ തന്നെ നമുക്ക് ടൈം എടുക്കും. അപ്പോൾ ഇനി കഷ്ണങ്ങൾ നമുക്ക് പെട്ടെന്ന് വേവിച്ച് വെച്ചാൽ തേങ്ങ വറുക്കുന്ന ടൈമല്ലേ എടുക്കുകയുള്ളൂ. അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനായിട്ട് വെജിറ്റബിൾസ് എടുക്കുന്നത് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, മത്തങ്ങ, അതുപോലെ മുരിങ്ങക്കോല്, ക്യാരറ്റ്, സവാള, 3-4 പച്ചമുളക്, പിന്നെ ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചേന, കായ, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ വെണ്ടക്കായും തക്കാളിയും വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ വെജിറ്റബിൾസും കൂടെ, അതായത് വെണ്ടക്കായും തക്കാളിയും ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ നമ്മൾ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുക കേട്ടോ. ഒറ്റ വിസിൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിസിലായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്നറിയോ, ഇതെല്ലാം കൂടി വെന്ത് ഉടഞ്ഞു പോകും. ഇനി അതാവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതായത് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ജീരകം, 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ നിറയെ ഉഴുന്ന്, അതുപോലെ 1 ടീസ്പൂൺ ഉലുവ, പിന്നെ 4 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കായം, ഇത്രയും സാധനം ആ തേങ്ങയിലോട്ട് ഇട്ടിട്ട് നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. ഇതെല്ലാം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ആദ്യം മുതൽ അവസാനം വരെ സിമ്മിൽ വെച്ചിട്ട് വേണം ഈ തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുഴുവനായിട്ടുള്ള ഉള്ളി, ചെറിയ ഉള്ളി ഒരു 5-6 ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി 5-6 വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും സാധനം ഇട്ടിട്ട് 1 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ആ തേങ്ങയിൽ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതൊന്ന് വലിഞ്ഞൂന്ന് കാണുമ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങ നന്നായിട്ട് റെഡ് കളറായി വരണം കേട്ടോ, അതുവരെ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നമ്മൾ അത്യാവശ്യം കൂടുതൽ എടുക്കണം കേട്ടോ. പിന്നെ ഇതെല്ലാം മുഴുവൻ മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. നമ്മൾ ആ ജീരകമൊക്കെ ചേർക്കുമ്പോൾ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ അതില്ലാഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ പൊടി എടുത്തത്. ഇനി അതൊന്ന് ആറിയതിന് ശേഷം, ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം. നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പീസ് പരിപ്പ് ഞാൻ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് കൂടെ ചേർത്തുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ തേങ്ങയുടെ അരപ്പ് നമുക്ക് പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരപ്പ് പോലെ ആക്കി എടുക്കുക കേട്ടോ. ഈ പുളിവെള്ളം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുള്ള പുളിയാണ്, ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ആ ഒരു അരപ്പ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക അത് നന്നായിട്ട്. എന്നിട്ട് നമുക്കത് നമ്മളുടെ സാമ്പാർ കഷ്ണത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് എന്താ പറയുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മളിത് കുക്ക് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളി ഇട്ടിട്ടില്ലല്ലോ, അത് വേറൊരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഇതുകൂടെ ഇട്ട് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് നമുക്ക് താളിച്ചേരണം. എണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് ഉലുവ ചേർക്കുക, ഒരു തണ്ട് കറിവേപ്പില, 2-3 വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു 3-4 ഉള്ളിയും കൂടി അരഞ്ഞ് ചേർത്തിട്ട് അതുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ സിമ്മിൽ വെച്ച് തന്നെ എടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ തേങ്ങ ചേർക്കാൻ മടിയുള്ളവർ തേങ്ങ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് ആ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോഴും നമുക്ക് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, കുറച്ച് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ക്യാമറയിൽ കിട്ടിയില്ല. പിന്നെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഈ ഒരു ടൈമിൽ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ എത്രത്തോളം തിക്നെസ് വേണം എന്ന് വെച്ചാൽ അതുപോലെ ചാറാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്